ഹായ് ഗായ്സ്, എല്ലാവർക്കും ന്യൂ കേക്കേവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു അടിപൊളി പൊറാട്ട പപ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് 1/2 കിലോ മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 3 സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി വാടാൻ ആവശ്യത്തിനായ ഉപ്പും കൂടി ഇട്ട് നന്നായി വാട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഓരോ ബോളുകളാക്കി മാറ്റാം. ഒരു 1/2 മണിക്കൂറോളം സമയം ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ 4 പച്ചമുളകാണ് ഇട്ടത്. പിന്നെ കറിവേപ്പിലയും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ നന്നായി അരച്ചെടുക്കാം. മിക്സിയിലിട്ടാണ് അരയ്ക്കേണ്ടത്, പക്ഷേ നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബോളാക്കി വെച്ച മാവ് പൊറോട്ടയ്ക്ക് അടിച്ചെടുക്കുന്നത് പോലെ അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ തടവി മൈദപ്പൊടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 മൂലയും മടക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് കൊടുക്കാം. ഞാനൊരു റൈസ് കുക്കറിൻ്റെ മൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ പൊറോട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അമർത്തിയേക്കൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ബൈ ബൈ.